എന്റെ മോളെ കൊന്നവളെ കൈ കിട്ടിയിട്ട് നിങ്ങൾ വെറുതെ വിടാൻ നോക്കുകയാണോ? ഇവൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തോണ്ടാ ഞങ്ങൾ ഇവളെ കൊണ്ടുപോകുന്നേ. അത് ഈ സ്റ്റേഷനിലെ പോലീസുകാർ പറയട്ടെ. ഫ്രാൻസിസേ, ഗോപാൽജിയുടെ എച്ചിലി തിന്നുന്നവരല്ല, കാക്കിയോട് കൂറുള്ളവർ പറയട്ടെ. സാറേ, അരവിന്ദാശൻ സാറ് പറ, ശാലിനി നിരപരാധിയാണോ? നിർത്തണ. ഇവിടെ ഇറക്കി വിടാൻ DGP പറഞ്ഞത്. പിന്നെന്തിനാ നിങ്ങളൊക്കെ ഇടപെടുന്നേ? കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. ഒരു കുട്ടിയെ വണ്ടിയിടിച്ച് കൊന്ന ഈ യുവതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടാൻ DGP വിളിച്ചു പറഞ്ഞോന്ന്. ആ കേട്ടോ? വേണ്ട സഞ്ജു, ഞങ്ങളെല്ലാരും കൂടി പ്രതികരിക്കാൻ നിന്നാലേ നീ താങ്ങത്തില്ലേ. ഞാനിവിടെ കൊണ്ടുപോകും. ഓക്കെ സർ. മഞ്ജു, ശാലിനിയെ കൊണ്ടുവന്ന പോലെ തന്നെ സെല്ലിലേക്ക് കൊണ്ടിട്. DGP നിങ്ങളെ വിളിച്ച് സംസാരിച്ചല്ലേ? അതെ, അതേ DGP തന്നെയാണ് ഇപ്പൊ വിളിച്ച് ശാലിനിയെ സെല്ലിലിടാൻ പറഞ്ഞത്. ഈ പ്രക്ഷോഭമൊക്കെ DGPയും കണ്ടു കാണും. അദ്ദേഹം പറഞ്ഞിട്ടാ ശാലിനെ വെറുതെ വിടുന്നെന്ന്. നിന്റെ നാവിന്ന് തന്നെ വീണല്ലോ. ഇങ്ങനൊരു കേസിന്റെ അന്വേഷണത്തിൽ ഇടപെടുന്നത് തെറ്റാണെന്ന് DGPക്ക് തന്നെ അറിയാം. അതാ അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് തടി ഊരിയത്. ഇവളെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോ. വടി പോയെ പോയെ എല്ലാരും പോയെ. ചെല്ല ചെല്ല. ശാലിനി